Hi students, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ ഇതിനെ പറ്റിയൊക്കെയാണ് നോക്കിയത്. എന്തായിരുന്നു ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ the process of flow of solvent molecules from solvent side to solution side or from a dilute solution to a concentrated solution. And also osmotic pressure means it is the pressure developed on the solution side to prevent osmosis. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ഓസ്മോട്ടിക് പ്രഷറിനെ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന രീതിയിൽ ആണ് പഠിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം. ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസിൽ ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുമ്പോൾ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയാം, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, ഈ ഓസ്മോട്ടിക് പ്രഷർ ആരെ ഡിപ്പെൻഡ് ചെയ്യണം? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യണം, സൊല്യൂട്ട് പാർട്ടിക്കിളിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊരു സൊല്യൂട്ട് പാർട്ടിക്കിൾ, ഇപ്പൊ ഷുഗർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂറിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈപ്പുള്ള ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്പർ ഓഫ് മോളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് അതിനെപ്പറ്റി കുറെ കൂടി കാര്യങ്ങൾ നോക്കാം. ഈ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ലോസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. That is, osmotic pressure is directly proportional to the concentration of the solution at a given temperature. Temperature constant ആയിരിക്കുമ്പോൾ ഒരു സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് നമ്മളൊരു പേര് പറയും, ദാറ്റ് ഈസ് വാൻ ഹോഫ്സ് ബോയിൽസ് ലോ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബോയിൽസ് ലോ പഠിച്ചിട്ടുണ്ട്. ദ പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇവിടെ നമ്മൾ പ്രഷറിന് പകരം ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അതേപോലെ വോളിയത്തിന് പകരമായിട്ട് കോൺസെൻട്രേഷൻ കൊടുക്കുന്നു. നമുക്കറിയാം, കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ C=N/V എന്നാണ്. കോൺസെൻട്രേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പഠിച്ച ലോ, ദാറ്റ് ഈസ് ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓർ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഈ സി മാറ്റി നമ്മൾ N/V കൊടുക്കുന്നതെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് വരും. ഇതിന്റെ പേരാണ് വാൻ ഹോഫ്സ് ബോയിൽസ് ലോ. ഇതേപോലെ ഒരു ലോ കൂടിയുണ്ട്, ദാറ്റ് ഈസ് ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇതിന്റെ പേരാണ് വാൻ ഹോഫ് ചാൾസ് ലോ. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബോയിൽസ് ലോയും ചാൾസ് ലോയും പഠിച്ചതുപോലെ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ലോസ് ആണ് വാൻ ഹോഫ് ബോയിൽസ് ലോയും വാൻ ഹോഫ് ചാൾസ് ലോയും. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ കൂടി നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ we can write osmotic pressure pi is directly proportional to C and T. That is, pi is proportional to CT എന്ന് എഴുതാം. or pi is equal to C into a constant R into T എന്ന് വിളിക്കാം. or pi is equal to CRT എന്ന് എഴുതാം. where C is the concentration in moles per liter. That is, നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ മൊളാരിറ്റി ആണ്. R is the നമ്മൾ നേരത്തെ പഠിച്ചത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇവിടെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. T is the absolute temperature. ഈ ഇക്വേഷന്റെ പേരാണ് വാൻ ഹോഫ് സൊല്യൂഷൻ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു കോൺസെൻട്രേഷൻ സി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം. മൊളാരിറ്റി ആണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് സൊല്യൂഷൻ. therefore സി എന്ന് പറയുമ്പോൾ N/V എന്ന് എഴുതാം ഇക്വേഷൻ. കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ N2/V എന്ന് എഴുതാം. ഹിയർ N2 റെപ്രസെന്റ്സ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ട് മോളിക്യൂൾസിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് N2. ഈ ഇക്വേഷനിൽ നമ്മൾ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we can write pi is equal to സിക്ക് പകരം N2/V into RT എന്ന് എഴുതാം. or pi V is equal to N2RT. ഓക്കെ, pi V is equal to N2RT. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇതേ ടൈപ്പ് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. PV is equal to nRT. ഏത് ഇക്വേഷൻ? അതിന്റെ പേര് അതെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതേപോലെ ഇവിടെ pi V is equal to N2RT. ഈ ഇക്വേഷന്റെ പേരാണ് വാൻ ഹോഫ് സൊല്യൂഷൻ ഇക്വേഷൻ. അത് ഒന്നുകിൽ pi is equal to CRT അല്ലെങ്കിൽ pi V is equal to N2RT, where pi is the osmotic pressure, V is the volume, N2 is the number of solute molecules, R is the universal gas constant, T is the absolute temperature.
അപ്പോൾ ആറിന്റെ വാല്യൂ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ or R is equal to 0.083 liter bar per Kelvin per mole. Okay, we know that N2, number of moles of solute, is equal to W2 divided by M2. A number of moles on equation ആണ് given mass in gram divided by polar mass. ഇവിടെ solute ന്റെ number of moles on equation ആണ് mass of solute in gram divided by polar mass of solute. ആ equation substitute ചെയ്യുകയാണെങ്കിൽ we get pi V is equal to W2 by M2 into RT, or M2 is equal to W2 RT divided by pi V. That is, we can determine the molar mass of unknown solute by using osmotic pressure by the equation M2 is equal to W2 RT divided by pi V, where W2 is the mass of the solute. Osmotic pressure is a colligative property. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാം osmotic pressure pi depends on number of moles of solute. Okay, so it is a colligative property. Osmotic pressure ഉപയോഗിച്ചുകൊണ്ട് മോളാർ മാസ് എന്നുള്ള ഇക്വേഷൻ ആണ് M2 is equal to W2 RT divided by pi. നമുക്കൊരു അൺനോൺ സൊല്യൂട്ട് കിട്ടുകയാണെങ്കിൽ അതിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ആ അൺനോൺ സൊല്യൂട്ടിനെ ഒരു സോൾവന്റിനകത്ത് ഡിസോൾവ് ചെയ്തുകൊണ്ട് ഒരു നോൺ വോളിയം സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. ടെമ്പറേച്ചർ നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ തന്നെയാണ് 27 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ആ അൺനോൺ സൊല്യൂട്ടിന്റെ മാസ് നമുക്കറിയാം, W2 അറിയാം. ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ അപ്പാർട്ടസ് ഉപയോഗിക്കും. അതിന്റെ പേര് ഓസ്മോമീറ്റർ എന്ന് പറയും. ഓസ്മോമീറ്റർ ഓസ്മോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ വോളിയം സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ഡിറ്റർമൈൻ ചെയ്യുക. ആ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഇതിൽ നിന്നും കുറെ കൂടി അഡ്വാൻറ്റേജസ് ഉണ്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ഓവർ അതർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റ്? ഓക്കെ, അതിനകത്ത് പ്രധാനമായിട്ടും 4 അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ, നമ്മൾ നേരത്തെ പറഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഇതൊക്കെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. കാരണം എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സൊല്യൂഷൻ നമ്മൾ ബോയിൽ ചെയ്യിക്കണം. അതേപോലെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആ സൊല്യൂഷൻ നമ്മൾ കൂൾ ചെയ്യിക്കണം. പക്ഷെ ഇവിടെ ഓസ്മോട്ടിക് പ്രഷറിന്റെ പ്രത്യേകത നമുക്ക് റൂം ടെമ്പറേച്ചറിലെ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് കണ്ടക്ട് ചെയ്യാൻ കഴിയും. അതാ ഒരു അഡ്വാൻറ്റേജ്. Okay, osmotic pressure measurement can be conducted at room temperature. രണ്ടാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, അതെല്ലാം തന്നെ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് മൊളാലിറ്റിക്കാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ആണ്. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് മൊളാലിറ്റിയിലാണ്. മൊളാലിറ്റി ആകുമ്പോഴത്തേക്ക് നമുക്ക് മൊളാലിറ്റിയെക്കാളും കുറെ കൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഇവിടെ സൊല്യൂഷന്റെ വോളിയമാണ്. മറ്റേടത്ത് നമ്മൾ സോൾവെന്റ് നമ്മൾ മാസ് കണ്ടുപിടിച്ച് ഒരു ഫിക്സഡ് എമൗണ്ട് സോൾവെന്റ് എടുക്കേണ്ടതായിട്ട് വരും. അതിനകത്തേക്ക് നമ്മൾ ഫിക്സഡ് മാസ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യിക്കണം. പക്ഷെ അതിനേക്കാൾ എളുപ്പമാണ് വോളിയം വെച്ചുള്ള കാൽക്കുലേഷനും വോളിയം വെച്ച് നമുക്ക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. That is, in osmotic pressure measurement, molarity is used instead of molarity, which can be easily determined. മൂന്നാമതായിട്ട് വെരി ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസിൽ പോലും ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ അപ്രീഷിയബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ ഹൈ വാല്യൂ കിട്ടും. നമ്മൾ നേരത്തെ കണ്ട എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് അതെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 1 കിലോഗ്രാം വാട്ടറിനകത്തേക്ക് 1 മോൾ ഏത് സൊല്യൂട്ട് ആഡ് ചെയ്താലും അവിടെ ഉണ്ടാകുന്ന ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ എത്രയായിരുന്നു? ഓക്കെ, 0.52. അതായിരുന്നു വാട്ടറിന്റെ kV വാല്യൂ. ഓക്കെ, അതേപോലെ 1 കിലോഗ്രാം സോൾവെന്റിനകത്തേക്ക് നമ്മൾ 1 മോൾ ഏത് സൊല്യൂട്ട് ആഡ് ചെയ്താലും അവിടെ ഉണ്ടാകുന്ന ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 1.86 ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ അവിടെ ചെറിയ വാല്യൂസേ കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ ഓസ്മോട്ടിക് പ്രഷറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസിൽ പോലും കണ്ടുപിടിക്കുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ ഹൈ വാല്യൂ കിട്ടും, മെഷറബിൾ വാല്യൂ കിട്ടും. അതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഹൈ ഈവൻ ഫോർ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ ഒരെണ്ണം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് റൂം ടെമ്പറേച്ചറിൽ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ബയോമോളിക്യൂൾസിന്റെ ലിവിംഗ് ബോഡിക്കകത്തുള്ള
മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ്, അമിനോ ആസിഡ് പോലുള്ള മോളിക്യൂളിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ഓസ്മോട്ടിക് പ്രഷറാണ്. കാരണം ഈ ബയോ മോളിക്യൂൾസ് നമ്മൾ ഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൂൾ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അത് നശിച്ചു പോകും. ഓക്കെ, അതുകൊണ്ട് പ്രോട്ടീൻ, അമിനോ ആസിഡ് പോലുള്ള ബയോ മോളിക്യൂൾസ് അല്ലെങ്കിൽ ബയോ പോളിമേഴ്സ് എന്ന് പറയാം, അതിന്റെയൊക്കെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ആണ്. അതുപോലെ പോളിമേഴ്സിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനും ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. പോളിമേഴ്സിന്റെ പ്രത്യേകത, പോളിമേഴ്സ് ആർ വെരി സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ. ഓക്കെ, ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ നേരത്തെ പറഞ്ഞു, വെരി ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസിൽ പോലും ലാർജ് വാല്യൂ ആയതുകൊണ്ട് പോളിമേഴ്സിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനും ആരെ ഉപയോഗിക്കാം? ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ഉപയോഗിക്കാം. Therefore, the fourth advantage is that the osmotic pressure measurement is suitable for the determination of molar mass of polymers and also for biomolecules. അത് 4 അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കേ. ഫസ്റ്റ് വൺ, osmotic pressure measurement can be conducted at room temperature. Second one, the value of osmotic pressure is very large even for very dilute solution. Okay, third one എന്ന് പറയുമ്പോൾ here molarity is used instead of molarity which can be easily determined. And the fourth one എന്ന് പറയുമ്പോൾ it is suitable for the measurement of molar mass of polymers and also for biomolecules.